നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾക്കെന്തോ കള്ളത്തരമൊക്കെ ഉണ്ട്, അക്കാര്യത്തില് നോ ഡൗട്ട്. അവളുടെ മനസ്സിൽ നിറയെ കള്ളത്തരമാണ്. കുഞ്ഞിന്റെ കിടപ്പ് കണ്ടില്ലേ, കഷ്ടം. ACP കാർത്തിക്, പറയൂ സാർ. ഞങ്ങളുടെ കൂടെ വന്ന സ്ത്രീ പുറത്തേക്ക് പോയിരുന്നു? ഇല്ല സാർ, ഞാൻ ഒരുപാട് നേരമായി റിസപ്ഷനിൽ തന്നെ ഉണ്ട്. ആരും പോയിട്ടില്ല. ശരി. പിന്നെ ഇത് ഇവള് എവിടെ പോയി? പാല് കൊടുക്കാറായോ? നീ എവിടെ തന്നെ തിരിവായിരുന്നോ ഇത്രയും നേരം? ഈ കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? എന്നുവെച്ചാ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, നിങ്ങളുടെ അടിമയൊന്നും അല്ലല്ലോ ഞാൻ. എന്താ മൈഥിലി ഇത്? നീ അടിമയാണെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയല്ലേ നിന്നെ കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുഞ്ഞിതാ വിശന്ന് തളർന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. നിനക്കതിൽ സങ്കടമൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. എനിക്ക് വിഷമമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദേ, തർക്കിക്കാൻ വരല്ലേ. തർക്കിക്കാൻ വന്ന എന്റെ തനി സ്വഭാവം നീ അറിയും. ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് പോയതാ. പിന്നെ നീ ദിവസവും കാറ്റാടി തണലല്ലേ കിടക്കുന്നത്? മതി മതി, ഇപ്പൊ കുഞ്ഞിന് പാല് കൊടുക്ക, ബാക്കി കാര്യം പിന്നെ നോക്കാം. പിന്നെ ശാസിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വേലക്കാരിയല്ലേ? എന്താടി പറഞ്ഞേ? എന്ത് പറഞ്ഞെന്നു? എന്താണ് നീ പറഞ്ഞേ? മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി വിട്, മീനാക്ഷി വിട്, വിട്, മീനാക്ഷി, മീനാക്ഷി വിടാൻ, വിട്. എന്താ മീനാക്ഷി ഇത്? ഒന്ന് സമാധാനപ്പെട്. എന്റെ കുഞ്ഞ് വിശന്ന് കരയുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല. അപ്പൊ എന്റെ കൺട്രോൾ പോവും. പോട്ടെ പോട്ടെ, വിട്. മൈഥിലി, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. കുഞ്ഞിനെ നിന്റെ മുറിയിൽ കൊണ്ടുപോയി വേഗം പാല് കൊടുക്ക. പിന്നെ മറ്റൊരു കാര്യം കൂടി, നീ എവിടെ പോയാലും മീനാക്ഷിയുടെ അനുവാദം ചോദിച്ചിട്ട് വേണം പോവാൻ. മനസ്സിലായോ? എന്നുവെച്ചാ ഇവളെന്റെ ബോസ്, ഞാൻ വെറും സർവന്റ്. ശരിയാക്കി തരാം. ഹലോ സാർ, ഞാൻ റിസപ്ഷനിൽ നിന്ന്. നിങ്ങളുടെ കൂടെ വന്ന ഒരു സ്ത്രീ പുറത്തുണ്ടായിരുന്നു. മൈഥിലി എന്ന അവരുടെ പേര്. അവര് നടക്കാൻ ഇറങ്ങിയതാ, കാണാത്തോണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഓ, ഇപ്പൊ അവര് തിരിച്ചു വന്നു. ഓക്കെ സാർ. ശരി. കാർത്തിയേട്ടാ, ഈ മൈഥിലി എനിക്ക് ഇത്ര വിശ്വാസമില്ല. അവള് വല്ല ചതിയും പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് എന്റെ പേടി. അതിനുള്ള ധൈര്യമൊന്നും ഇനി അവൾക്കുണ്ടാവില്ല. ഹണിമൂണാ. മൈഥിലിയോട് വഴക്കിട്ട് നമ്മുടെ സമയം വെറുതെ കളയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.